ആറ്റുകാൽ പൊങ്കാല ശുചീകരണം പാളിയിടങ്ങൾ ശുചീകരിച്ച CPIM തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPIM നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നാണ് CPIMന്റെ ശുചീകരണം. വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലേത്. പൊങ്കാല മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നും മാലിന്യങ്ങൾ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കെട്ടിക്കിടന്നു. ഒടുവിൽ CPIMന്റെ നേതൃത്വത്തിൽ നഗരം ശുചീകരിച്ചു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ഇന്ന് 5 ദിവസമാകുന്നു. നഗരത്തിന്റെ പ്രധാന ഭാഗത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പോലും നഗരസഭ പരാജയപ്പെട്ടു. ഇന്നു രാവിലെ CPIMന്റെ നേതൃത്വത്തിലാണ് പ്രധാന ക്യാമ്പസായ സംസ്കൃത കോളേജിലടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. നഗരസഭ പൊങ്കാലയ്ക്ക് ശേഷം ശേഖരിച്ച മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും ഗുരുതര വീഴ്ചയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തരംതിരിക്കാത്ത മാലിന്യങ്ങൾ തള്ളിയ ഇടങ്ങളിലെ പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ജനങ്ങളോട് നഗരസഭ മാപ്പ് പറയണമെന്നും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് നഗരസഭയുടേതെന്നും CPIM ജില്ലാ സെക്രട്ടറി A. റഹീം MP പറഞ്ഞു. ഭക്തജനങ്ങളോടും തിരുവനന്തപുരം നഗരത്തോടും മേയർ മാപ്പ് പറയാൻ തയ്യാറാണ്. അതിൽ കുറഞ്ഞ വേറൊന്നുമില്ല. ഇനി ഒന്നതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, ഈ വന്ന പിഴവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന വലിയ ഗുരുതരമായ പ്രശ്നം, നാട്ടിൽ നിന്ന് വലിയ വികാരങ്ങൾ ജനരോഷം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അശാസ്ത്രീയമായി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായി ഈ വേസ്റ്റെല്ലാം സമാഹരിച്ച് പലയിടങ്ങളിലും കൊണ്ടുപോയി അശാസ്ത്രീയമായി ഡംപ് ചെയ്തിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷണിച്ചു വരുന്നതാണ്. അതേസമയം KSRTC ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു മാനദണ്ഡവുമില്ലാതെ മാലിന്യം നിക്ഷേപിക്കുകയും അശാസ്ത്രീയമായ രീതിയിൽ അത് മണ്ണിട്ട് മൂടാനുമുള്ള ശ്രമത്തിൽ KSRTC നഗരസഭയോട് വിശദീകരണം തേടി. വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലേത്. ആറ്റുകാൽ പൊങ്കാല മാലിന്യ നീക്കം പൂർണ്ണമായെന്ന് പറയുമ്പോഴും ഇന്നും പലയിടങ്ങളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടന്നു. ഒടുവിൽ CPIMന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു.